എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മുടെ നേഴ്സറിയിലെ കുറച്ച് വീഡിയോയുടെ എല്ലാ ദിവസവും ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പരിപാടി ചകിരിച്ചോറ് വന്നിട്ടുണ്ട്, അത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാഫെല്ലാം കൂടെ കൂടി ഇറക്കുന്നുണ്ട്. ഇനി അടുത്ത പണി വരുമല്ലേ, അപ്പം ഇറക്കി കഴിയാനായി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. എന്നാ ഇറക്കി കഴിഞ്ഞു. കഞ്ഞി കുടിക്കുമ്പോ പറഞ്ഞോ. കൈക്കെന്നോ കടിച്ചിന്, എന്നാ അറിയില്ല. അപ്പം നമ്മളിനി കഞ്ഞുകൂടി തുടങ്ങാൻ വേണ്ടി പോവാണ്. കഞ്ഞല്ലേ? അതെയാ, ചക്കയാണിന്ന്. സരവണ്ടിയാണ് വിളമ്പുന്നത്. സരവണ്ടി വിളമ്പിക്കെന്നാല് നിങ്ങളെ കാണുന്നുണ്ടോ? പറഞ്ഞ നിങ്ങളെ കാണുന്നില്ല, അതിന്റെ ഇടയിൽ പോയി നാട്ടുകാരെല്ലാം പറയണ്ടേ, ഈ സരവണ്ടി എന്നാണ് കണ്ടില്ല യൂട്യൂബിലല്ലോ. നിങ്ങള് എല്ലാരും അറിയുന്നില്ല അപ്പൊ. പണിയെടുക്കുന്നുണ്ടെന്ന് അറിയോ? അതൊന്നല്ല യൂട്യൂബിൽ നിന്ന് കാണുന്നുണ്ട്. പക്ഷെ അതുമല്ല, നമ്മളെ നേഴ്സറി മുമ്പേ ഇല്ലോണ്ട് ചീമേനെല്ലാം എത്ര നേഴ്സറി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ടിട്ടാണ് ഇവിടെ പറഞ്ഞും തിരിഞ്ഞും പറഞ്ഞിരിക്കും. കാണുന്നില്ലേ? വണ്ടിയെല്ലാം അടിച്ചു. യൂട്യൂബില് കാണുന്നില്ല, നോക്കുന്നില്ല ഞാൻ പറഞ്ഞ ചോദിച്ചത്. പിന്നെ ഇത് അത് കുറച്ച് നാളെ ഞാൻ പറയാൻ വീട്ടിലും കൂടെ ഉള്ളപ്പോഴേ ചിക്കൻ കറി കൂട്ടുന്നുണ്ടോ? കഷ്ണം കഴിച്ചില്ല. എനിക്ക് ആ ചമ്മന്തി ഇഷ്ടം. ഇതൊക്കെ നല്ല ചമ്മന്തി അല്ലേ? ചമ്മന്തി ഒരു ആക്കി കൊടുത്തിട്ട് ചമ്മന്തി നല്ല രസം. ഞാനത് പറഞ്ഞ് നിർബന്ധിച്ച് നിങ്ങൾ കഴിച്ചല്ലേ, അത് നിങ്ങൾ അതിനിപ്പോ നിങ്ങൾ കഴിക്കുമായിരുന്നോ? കുറച്ച് വെള്ളം കൊള്ളതൊക്കെ ആയിരിക്കണം. അങ്ങനെ വെള്ളമുള്ളതൊക്കെ നല്ലത്, അടിപൊളി. ചേട്ടാ അങ്ങാടാ ഇത് മാന്തുന്നുണ്ടേ. ആ മോളെ എടുത്തു കേട്ടാ. പന്നി എന്തോ ഇന്ന് പുളി ഉണക്കുന്ന ഒരു വീഡിയോ എടുത്തു. അതൊന്നും അവന് പറ്റില്ല, അതൊന്നും ചെയ്യില്ല. നിറച്ച് പുളി ഉണങ്ങാതെ
പറിച്ചിടാ തന്നെ വീണ അല്ല ഇനി ഇല്ല തീരാനേ ഇവരെ വീഡിയോ പിടിക്കാൻ പറഞ്ഞേ ആദ്യം അന്ന് പറഞ്ഞാലോ പച്ച പിടിച്ചില്ല ആദ്യം പിടിച്ച് ആ പുളിയില്ല പിടിച്ചിട്ട് നമ്മൾ പണിയെടുക്കുമ്പോ അപ്പൊ ഇന്നലെ കർണാടകത്തില് ഇവര് കപ്പ വെച്ചത് കേക്കണേ എനിക്ക് കപ്പയില് പഞ്ചസാര ഇട്ടിട്ടോലും കപ്പ വെച്ചിട്ട് കർണാടകത്തില് കപ്പയില് പഞ്ചസാര ഉപ്പും പഞ്ചസാര ഇട്ടിട്ടോലും കർണാടകത്തില് കപ്പ വെച്ചത് വിചാരിച്ചായിരിക്കും കപ്പക്ക് ഷുഗർ ആയിട്ടില്ലേ ഷുഗർ ആയിട്ട് കപ്പ എന്തോ നമുക്കറിയാം നിങ്ങളെ ചിരിക്കുന്നത് കപ്പക്ക് ഷുഗർ ഉണ്ടോ എന്നിട്ട് വിനി പറയുന്നത് കപ്പക്ക് ഷുഗർ ഇല്ലതുകൊണ്ടാണ് പഞ്ചസാര ഉപ്പ് വിട്ട് കുറക്കാൻ വേണ്ടി കപ്പ അങ്ങനെ ഉണ്ട് സംഭവം ഷുഗറുള്ളവർ തിന്നൂല കപ്പക്ക് അല്ല കപ്പ ഷുഗർ ഉണ്ട് കപ്പ അതൊന്നും എനിക്ക് അതുണ്ടല്ലോ ഷുഗർ ഉള്ളവർക്ക് കപ്പ തിന്നാൻ നല്ലതല്ല. അതന്നെ ഞാൻ പറഞ്ഞു പഞ്ചസാര ഉപ്പ് ഇട്ടിട്ട് ഇപ്പൊ തലവിറ്റതെല്ലാം പ്രശ്നം വരുമ്പോ തിന്ന് കുടിക്കുന്നില്ല മുട്ടായി തിരുന്നില്ല അല്ലേ പണ്ടെടുക്കുമ്പോ തലയില് നോക്കണം വെയിലുണ്ട് അല്ലെ മഴ നനയാൻ പാടില്ല വെയിലും കൊള്ളാൻ പാടില്ല കാറ്റ് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പൊത്തുണ്ടല്ലോ പിന്നെ എന്തിനാ ബാങ്കുകാർ വിഷയം ഒന്ന് പറഞ്ഞ് കുളിപ്പിച്ചോണ്ടാൻ വേണ്ടി എന്നെ പിടിച്ചിട്ടൊന്നും കിട്ടാനില്ല ഞാനല്ലേ എന്നോടാ ചോദിച്ചേ നീ ഇവരാരും എടുത്തിട്ടില്ലല്ലോ ചേട്ടാ ലോൺ മേടിക്കാൻ വരുന്ന മിനിയോട് ഇവരാരും എടുത്തിട്ടില്ലല്ലോ. അത് കുഴപ്പമില്ല ഇവരോട് ചോദിച്ചു കാണും മിനി ആരാന്ന് ഇതാ കൗണ്ടർ ഇരിപ്പുണ്ട് അതാ ചോദിച്ചാൽ അല്ല ഞാൻ സാധനം കയറ്റി കൊടുക്കുന്നുണ്ടേനി ഓക്കും അറിയില്ല ഓടിനേച്ചി പൈസ അടക്കണം കേട്ടോ ലോണിന്റെ പറഞ്ഞ എന്നോട് ഞാൻ സാധനം കയറ്റി കൊടുക്കുമ്പോ ഞാനിങ്ങനെ നിന്നിട്ട് തന്നെ ഞാൻ ചന്ദ്ര പൈസ അടക്കണ്ടേപ്പാ ഞാൻ എന്ത് ലോൺ ചോദിച്ചു അന്നേരം എന്തോ എന്ത് വേണ്ടേപ്പാ ആ വണ്ണല്ലേ 60 ഉള്ളു 60 ഉള്ളു 60 രൂപ കയ്യില്ല അതിപ്പോ ഞങ്ങളിപ്പോ പറഞ്ഞു കൈ തീരാനായി ആരൊരു പോരാക്ക് 100 എണ്ണം വേണം കിട്ടാൻ തൈറ്റ് ഭയങ്കര വിലയാ വില ഇതിപ്പോ നമുക്ക് നഷ്ടത്തില്ല കാരണം ഒന്നുള്ള കുറേ വന്നു ഏടെ കൊണ്ട് ഇവിടെ 35 രൂപയായി ഇത് ഏടെ നോക്കണ്ട് ഇതേ വീഡിയോ ഇങ്ങോട്ടേക്ക് വാ അതല്ല ഇപ്പുറത്ത് ഈ സ്റ്റാൻഡിന്റെ അടുത്ത് കരിമുണ്ട അല്ല കരിമുണ്ട കൂടുതലല്ലേ പന്നൂര് കുറച്ച് 60 രൂപന്റെ ഇല്ലു 3 തലയൊന്നും ഇല്ല അതില് അതെ അങ്ങനെ കൊടുക്കാനേ ഇല്ലൊന്നും കുറച്ച് കോഴീന്റെ കറി കൊടുത്ത് മിനിക്ക് കോഴിക്കറി അതൊന്നും വേണ്ട അതെ കോഴി വെക്കണ്ടേട്ടാ മിനിക്ക് വേണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും കഴിയില്ല മിനിക്ക് മാത്രമേ ഉള്ളൂ അതെ മിനിക്ക് മിനിയാണ് നമ്മുടെ ചിക്കൻ കറി നിനക്ക് കഷ്ണം വേണ്ട കഷ്ണം വേണ്ടേ അത് കൂട്ടുന്നില്ല വേണ്ട ഞാനൊന്നും കൂട്ടുന്നില്ല എനിക്ക് വേണ്ടിട്ട് ഗ്ലാസ് പാത്രം നക്കി അപ്പോ നാളെ കളിയല്ലേ പോ പുറത്തിന് ഇന്നലെ രാത്രി കളിയാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ എന്തായാലും പോകുന്നു പറഞ്ഞു
കളിയാണ്. അപ്പോൾ നമ്മൾ കഞ്ഞൂടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ നമ്മൾ വളമാക്കാൻ വെച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കി എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. കയറിയിട്ടുണ്ട് എല്ലാവരും. എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, തൂമ്പ അത് ഇത്. ഇനി വീട്ടിൽ പോയിട്ട് അതൊന്ന് ഇളക്കണം. നമ്മൾ ഈ വളമാണ് നമ്മൾ ഫുൾ ഇളക്കി ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി പോകുന്നത്. ഇത് അവസാനത്തെ അല്ലേ, അവസാനത്തെ മിക്സിംഗ് ആണ് ഇത്. ഇതും കൂടെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വളം റെഡിയാവും, വിൽപ്പനയ്ക്ക് തയ്യാറാവും. അപ്പം ഇവർ സ്റ്റാഫ് എല്ലാവരും കൂടി ഇനി ഇത് ഷീറ്റെല്ലാം മാറ്റി ഇത് മിക്സ് ആക്കാൻ വേണ്ടി തുടങ്ങും. അപ്പം ഞാൻ അപ്പോഴത്തേക്കും നേഴ്സറിയിൽ പോയിട്ട് വേറെ കുറച്ച് വീഡിയോ എടുക്കാണ്ട് അതെടുത്തിട്ട് വരും. ഒന്നും കൂടെ അന്നേരം ആരും വെച്ചിട്ട് വേണ്ട. അത് നമ്മുടെ മിക്സിങ് മൊത്തം കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇടയിൽ വേറെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് മിക്സിങ് മൊത്തം കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഇന്നത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്ത് നമ്മൾ മൂടി വെക്കും. ബാക്കി നമ്മൾ നാളെ വന്ന് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പം നമ്മൾ വളമെല്ലാം ഇളക്കി പണിക്കാർ സ്റ്റാഫ് എല്ലാവരും പണി കയറി. അപ്പം ഇപ്പോൾ സമയം 5 മണിയായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.